എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നെയ്ച്ചോറിൻ്റെയും ബട്ടർ ചിക്കൻ്റെയും റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏലയ്ക്ക, കറുവപ്പട്ട, പെരിഞ്ജീരകം, കുരുമുളക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 ബേ ലീഫും 2 പച്ചമുളകും ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സബോളയുടെ കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർക്കാം. ഇനി ക്യാരറ്റ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റ് കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 3 ഗ്ലാസ് ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരി നെയ്യിലിട്ട് ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇപ്പം ഈ അരിയിലെ വെള്ളമൊക്കെ പോയിട്ട് ഈ അരി ഒന്ന് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് ഈ അരിയുടെ ഒപ്പം വെള്ളമാകുമ്പോഴത്തേക്ക് അത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇങ്ങനെ വെള്ളം അരിയുടെ ഒപ്പമായിട്ട് ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴും ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോഴത്തെ നമ്മുടെ നെയ്ച്ചോറ് വെള്ളമൊക്കെ പറ്റി പാകത്തിന് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും നെയ്യിൽ മൂപ്പിച്ചെടുത്ത കിസ്മിസും കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടുള്ള ബട്ടർ ചിക്കനും കൂടെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബോൺലെസ് ആയിട്ടുള്ള ചിക്കനിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം ഇത് എയർ ഫ്രയറിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഏലക്കായും കറുവാപ്പട്ടയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സബോളയുടെയൊക്കെ ഒന്ന് കളറ് മാറുന്നവരെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. സബോളയൊക്കെ പാകത്തിന് വഴണ്ട് വന്നപ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുളക് പൊടിയുടെ പച്ചമണം മാറുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം. ഗ്യാസ് ഓണാക്കിയ ശേഷം തക്കാളിയൊക്കെ വഴറ്റി അതേ പാനിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി ബാക്കി അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചാറൊക്കെ കഷ്ണത്തിൽ പിടിക്കാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഗരം മസാലയും കൂടെ ചേർക്കാം. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല സൂപ്പർ ബട്ടർ ചിക്കൻ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.